ഇന്നെനിക്ക് വളരെ സ്പെഷ്യൽ ഡേ ആണ്. കാരണം 2 സ്പെഷ്യൽ കാര്യങ്ങളാണ് ഇന്ന് സംഭവിക്കുന്നത്. ഒന്ന്, ഞാനിന്ന് നാട്ടിൽ പോവാണ്. 2, എൻ്റെ ടിക്കറ്റ് എക്കണോമിക് ക്ലാസ്സിൽ നിന്ന് ബിസിനസ് ക്ലാസ്സിലേക്ക് അപ്ഗ്രേഡ് ചെയ്ത് തന്നു വിത്തൗട്ട് എനി കോസ്റ്റ്. ഞാൻ യാത്ര ചെയ്യുന്നത് സൗദി എയർലൈൻസിലാണ്, റിയാദ് ടു കൊച്ചി. സോ ബിസിനസ് ക്ലാസ്സിലെ വിശേഷങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കാമെന്ന് കരുതി. 36 സീറ്റുള്ള ബിസിനസ് ക്ലാസ്സിൽ ആകെ 7 പാസഞ്ചർ മാത്രമേ ഉള്ളൂ. ഇത് എയർബസ് 330 ആണ്. 36 ബിസിനസ് ക്ലാസ്സും 262 എക്കണോമിയാണ് ഇതിൻ്റെ കപ്പാസിറ്റി. അപ്പോൾ നമുക്ക് ബിസിനസ് ക്ലാസ്സിൽ പ്രൊവൈഡ് ചെയ്ത ഒരു തലയിണയും ഒരു ബ്ലാങ്കറ്റ്, ഒരു ഹെഡ്സെറ്റ്, പിന്നെ സീറ്റ് പോക്കറ്റിൽ വൊമിറ്റിങ്ങിന് യൂസ് ചെയ്യാനുള്ള എയർ സിക്നസ് ബാഗും അതുപോലെ തന്നെ സേഫ്റ്റി ഇൻസ്ട്രക്ഷൻ കാർഡും. പുറത്തേക്ക് നോക്കിയപ്പോൾ ഒരു സൈഡ് ഫുള്ള് മേഘങ്ങൾ, മറ്റൊരു സൈഡ് ഫുൾ എംറ്റി. എന്നാലും അതെന്താ അങ്ങനെ? സീറ്റിൻ്റെ സ്വിച്ചെല്ലാം വർക്കിംഗ് കണ്ടീഷനാണ്. പിന്നെ ഒന്നും നോക്കിയില്ല, വണ്ടർല മൂഡ് ഓൺ. പിന്നെ ഹോട്ട് ആൻഡ് കോൾഡ് ടവൽ വന്നു, മുഖമൊക്കെ തുടച്ചു. വെൽക്കം ഡ്രിങ്ക് ആയിട്ട് ഫ്രഷ് ജ്യൂസ് അതുപോലെ തന്നെ ടീ കോഫി ഉണ്ട്. ഞാനൊരു അറബിക് കോഫിയും ഡേറ്റ്സും കഴിച്ചു. രാവിലെ തന്നെ കാര്യമായിട്ടൊന്നും കഴിക്കാത്തത് കൊണ്ട് വിശപ്പിൻ്റെ അസ്ഥിതി തുടങ്ങി. ക്രൂ വന്ന് ഫുഡ് എടുക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ തന്നെ ഞാൻ ഡബിൾ ഓക്കെ പറഞ്ഞു. കഴിക്കാനുള്ള ടേബിളൊക്കെ കൈയോടെ തന്നെ അങ്ങ് റെഡിയാക്കി വെച്ചു. മെനു കാർഡിൽ 3 ചോയ്സാണുള്ളത്: ലാം ബിരിയാണി, ബീഫ് വിത്ത് റൈസ്, അതുപോലെ തന്നെ വെജിറ്റബിൾ വിത്ത് റൈസ്. ഞാൻ ലാം ബിരിയാണിയും ഡ്രിങ്ക്സ് ആയിട്ട് ഓറഞ്ച് ജ്യൂസുമാണ് പറഞ്ഞത്. പിന്നെ ഫുഡിനുള്ള കട്ട വെയിറ്റിംഗ്. സോ ഫൈനലി നമ്മുടെ ഫുഡ് വന്ന് ലാം ബിരിയാണി. ഇതിൽ സോൾട്ട് ആൻഡ് പെപ്പർ ഉണ്ട്, ഡെസേർട്ട് ഉണ്ട്, സാലഡ് ഉണ്ട്, അതുപോലെ തന്നെ അറബിക് ബ്രെഡ്, സൈഡായിട്ട് ഹുമ്മൂസ്, ജ്യൂസായിട്ട് ഫ്രഷ് ഓറഞ്ച് ജ്യൂസ്. അപ്പോൾ എങ്ങനെയാ, അറ്റാക്കിങ്ങിലേക്ക് കിടക്കുമല്ലേ? അപ്പോൾ കൈയോട് തന്നെ കട്ട്ലറിയിലെ ലിനൻ പൊട്ടിച്ചു. കഴിച്ചുകൊണ്ട് വന്നപ്പോൾ ഈ പുറത്തേക്കുള്ള ഈ വ്യൂവും കണ്ട് ഈ ഫുഡ് കഴിച്ചിരിക്കാൻ തന്നെ ഇത്രയും ഒരു വൈബാണ്. ഫുഡൊക്കെ അടിപൊളിയായിരുന്നു. നല്ല വിശപ്പുള്ളത് കൊണ്ട് എല്ലാത്തിനും നല്ല ടേസ്റ്റ് ആയിരുന്നു. ഫുഡ് കഴിച്ചു കഴിഞ്ഞ് വല്ലാത്ത ദാഹം. പിന്നെ കൈയോട് തന്നെ ക്രൂവിനെ വിളിച്ചു, ഒരു കുപ്പി വെള്ളവും മേടിച്ചു കുടിച്ചു. റിയാദ് ടു കൊച്ചി 4.5 മണിക്കൂറാണ് ട്രാവൽ. സോ ഇനി നമുക്കൊരു സിനിമ കണ്ട് ഒരു ഉറങ്ങാനുള്ള ടൈമുണ്ട്. വെറുതെ ഇരുന്ന് ബോറടിച്ചപ്പോൾ എന്നാൽ ഒരു സിനിമ കാണാമെന്ന് വെച്ചു. ഇതിൻ്റെ സ്ക്രീൻ വരുന്നത് സീറ്റിൻ്റെ സൈഡിൽ തന്നെയാണ്. സീറ്റ് സൈഡിൽ നിന്ന് മാനുവലി പുൾ ഔട്ട് ചെയ്യുന്ന ടച്ച് സ്ക്രീനാണ് വരുന്നത്. അതിൻ്റെ കൂടെ തന്നെ റിമോട്ടും സീറ്റിൻ്റെ സൈഡിൽ തന്നെ അറ്റാച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത്യാവശ്യം മൂവി കളക്ഷൻസ് ഉണ്ട്. ഞാൻ ഫൈനലി ഓടിച്ചോടിച്ച് ഡെഡ്പൂൾ ആൻഡ് വോൾവറിലെത്തി. സിനിമയിൽ മാത്രം ഒതുങ്ങാതെ പുറത്തെ കാഴ്ചകളും ഇടയ്ക്കിടയ്ക്ക് വിൻഡോ ഷെയ്ഡ് ഓപ്പൺ ചെയ്ത് ഞാൻ കാണുന്നുണ്ട്. സിനിമ നാളെയും കാണാമല്ലോ, ഇതങ്ങനെയല്ലല്ലോ. എല്ലാവരും നല്ല ഉറക്കത്തിലാണ്. എൻ്റെ സൈഡിലെ വിൻഡോ ഷെയ്ഡ് മാത്രമേ ഓപ്പണിലുള്ളൂ. എന്നാൽ പിന്നെ ഞാനും കുറച്ച് നേരം ഉറങ്ങാമെന്ന് വെച്ച് കൈയോട് തന്നെ ബ്ലാങ്കറ്റ് പൊട്ടിച്ച് ചെന്നപ്പോഴേ ബ്ലാങ്കറ്റിന് എലി കറണ്ട പോലെ 2 ഓട്ട. പിന്നെ ദാനം കിട്ടിയ പശുവിൻ്റെ പല്ലെണ്ണാൻ പാടില്ലെന്നല്ലേ, പുതച്ച് മൂടി നല്ലൊരു ഉറക്കം. ഉറക്കത്തിനിടയ്ക്ക് തന്നെ ക്യാപ്റ്റൻ്റെ അനൗൺസ്മെൻറ്റ് വന്നു. ഏതാ, നാടെത്തിയെന്നേ. ലാൻഡിങ്ങിനുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങി. പുറത്ത് നമ്മുടെ നാടിൻ്റെ പച്ചപ്പൊക്കെ കണ്ടപ്പോൾ തന്നെ ഞാൻ കൃതാർത്ഥനായി. മരുഭൂമിയിൽ നിന്ന് ഈ പച്ചപ്പിലേക്ക് എത്തുമ്പോൾ തന്നെ പ്രവാസികൾക്കറിയാം ആ ഒരു വികാരം. സോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഏത് എയർലൈൻസാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് അതും പങ്കുവയ്ക്കുക. സോ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരേക്കും ബൈ.